ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയാണ്, 4 മണി ചായയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ പരിപ്പുവട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ വടപ്പരിപ്പ് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് അരക്കേണ്ട, ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ടും നമ്മളിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ, ഒന്നുകൂടിയും ടേസ്റ്റി ആയിരിക്കും. ഒരു 4 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 3-4 വറ്റൽമുളക്, കുറച്ചധികം കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു നുള്ള് കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുപോലെ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കറിവേപ്പില കുറച്ച് അധികം ആയാലും ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അതുപോലെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതും ടേസ്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം എല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എത്ര വലുപ്പമാണോ വേണ്ടത് അത്രയും വലുപ്പത്തിൽ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഇത്ര മതി. വിരൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഒട്ടും പരത്തി കൊടുക്കരുത്. അപ്പൊ നമ്മുടെ പരിപ്പുവട റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ചതേപോലെ ഓരോ വടയും ഷേപ്പാക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളെ പരിപ്പുവട ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ പരിപ്പുവട കൈവെള്ളയിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ആക്കി കൊടുത്താൽ മതി കേട്ടോ, എണ്ണ ഒട്ടി പിടിക്കൊന്നുമില്ല. ഇനി കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാഴയിലയിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിൽ പ്രസ് ചെയ്തെടുത്താലും മതി. എന്നാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുത്ത് തന്നെ കുക്ക് ചെയ്യുക, എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മുടെ ആദ്യം ചേർത്ത് കൊടുത്ത 3 പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപ്പുവട നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേ മെത്തേഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ ടേസ്റ്റിലുള്ള പരിപ്പുവട നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാം കേട്ടോ. അടുത്ത ബാച്ചിൽ ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചുവിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ പരിപ്പുവട റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക്